മോളുടെ ആദ്യ കുർബാന സ്വീകരണമായതുകൊണ്ട് തന്നെ ഒരു ഗൗൺ തയ്ക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഈ മെറ്റീരിയൽ. ഇത് ഡിസൈൻ മെറ്റീരിയലാണ്. അതുകൂടാതെ എടുത്തേക്കുന്നത് സാറ്റനും ലൈനിങ് ആയിട്ട് കോട്ടണും പിന്നെ അതുകൂടാതെ പ്ലെയിൻ നെറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്തേക്കുന്നത് പ്ലെയിൻ നെറ്റ് ഞാൻ 12 മീറ്ററോളം എടുത്തേ. പിന്നെ സാറ്റൻ എടുത്തിരിക്കുന്നത് 5 മീറ്ററും കോട്ടൺ ലൈനിങ് എടുത്തത് 4 മീറ്ററും കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെ വീതി അനുസരിച്ചിട്ട് വേണം നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ. സാറ്റൻ വീതി ഇത്തിരി കുറവായത് കൊണ്ടിട്ടാണ് ഞാൻ 5 മീറ്റർ എടുത്തത് കേട്ടോ. ഇത്തിരി ഫ്ലെയർ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് 5 മീറ്റർ എടുത്തത്. നെറ്റിന് നല്ല വീതി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും 12 മീറ്റർ എന്ന് പറഞ്ഞത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോട്ടൺ ലൈനിങ്ങും സാറ്റനും കൂടി ആദ്യമേ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നെറ്റും പ്ലെയിൻ നെറ്റാണ് ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഡിസൈൻ നെറ്റ് വരുന്നതിൻ്റെ ആ പൂവ് മാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ ഒന്നെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ പലതായിട്ട് ചെയ്തിട്ടുണ്ട്. ടൈം കിട്ടാത്തത് കൊണ്ട് തന്നെ സ്കേർട്ട് പോർഷനിൽ മൊത്തം ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്തത്. യോക്ക് പോർഷനിൽ മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. യോക്ക് അപ്പോൾ പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ ആദ്യം പ്രിൻസസ് കട്ട് രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് പൂവൊക്കെ വെട്ടി അതിൻ്റെ മീതയായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു.